ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെ ചികിത്സ മുടങ്ങുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് നിത്യസംഭവമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത് നമ്മൾ കണ്ടതാണ്. വകുപ്പ് മേധാവി വരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നതൊക്കെ. ഏറ്റവും പുതിയ വാർത്ത വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ പ്രവർത്തനം ഭാഗികമായി നിലച്ചിരിക്കുകയാണ്. വിതരണക്കാർക്ക് പണം നൽകാത്തതിനാൽ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല. ഏജൻസികൾക്ക് കോടികളുടെ കുടിശ്ശിക സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഏജൻസികൾ സാധനങ്ങൾ നൽകുന്നില്ല. അവശ്യ മരുന്നുകളുടെ ക്ഷാമവും രൂക്ഷമാണ്. ടോപ് 10 സ്പെഷ്യൽ കാണാം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം നൽകുന്ന കമ്പനികൾക്ക് കോടികളുടെ കുടിശ്ശികയുണ്ട്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ ഡിവൈസസ് ഇൻഡസ്ട്രി വെൽഫെയർ അസോസിയേഷൻ മാത്രം 42 കോടിയുടെ കുടിശ്ശികയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സ്റ്റെന്റ് സ്റ്റോക്കില്ലാത്തതിനാൽ പുറത്തുനിന്ന് രോഗികൾ തന്നെ വാങ്ങി നൽകിയാലേ കാര്യം നടക്കുകയുള്ളൂ. പ്രതിദിനം 15 മുതൽ 20 വരെ ആൻജിയോപ്ലാസ്റ്റി ഇവിടെ നടക്കാറുണ്ട്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് തങ്ങളുടെ ഊഴത്തിനായി മണിക്കൂറുകളോളം കാത്തിരുന്ന് മടങ്ങുന്നവരാണ് അധികവും. കയ്യിൽ പണമുള്ളവരും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. ഇത് രണ്ടുമില്ലാത്ത നിർധന രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഇത് തന്നെ ശസ്ത്രക്രിയ മുടങ്ങുമ്പോൾ തന്നെ സ്റ്റഡ് അല്ലാതെ തന്നെ വിവിധങ്ങളായ മരുന്നുകളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ഈ കാഷ്വാലിറ്റി തന്നെ പറയുകയാണെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന ആൾക്ക് സാധാരണക്കാരായ ആളുകൾക്കാണ് ഇവിടെ ബന്ധപ്പെടുന്നത്. അവർക്ക് പോലും ഇത് കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾ ഇവിടുന്ന് പുറത്ത് ആരോടെങ്കിലും ഒക്കെ കടം വാങ്ങിയിട്ട് കൊണ്ടാണ് ഈ മരുന്ന് വാങ്ങാനുള്ള ഒരു സൗകര്യം അവരുണ്ടാക്കുന്നത്. അവശ്യ മരുന്ന് ക്ഷാമവും രൂക്ഷമാണ്. മരുന്ന് കമ്പനികൾക്ക് നേരാം വണ്ണം പണം നൽകാത്തതാണ് ഇവിടെയും പ്രതിസന്ധിക്ക് കാരണം. വില കൂടുതലുള്ള മരുന്നുകളിൽ ഏറിയ പങ്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റോക്കില്ല. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് ആരോഗ്യമേഖലയ്ക്ക് തിരിച്ചടിയായത്. രോഗാതുരമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിനാണ് അടിയന്തര ചികിത്സ വേണ്ടത്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജ് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലിൻ്റെ അഭാവം ഇവിടെ മുഴച്ചു നിൽക്കുന്നു. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.